ഇന്ന് നല്ല മഴയൊക്കെ പെയ്തിട്ടുള്ള ഒരു ദിവസമായിരുന്നേ. നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു. പുറത്ത് സ്കൈ ഒക്കെ കണ്ടാൽ ഞങ്ങൾക്ക് മനസ്സിലാവും നല്ല ഡാർക്ക് അടിച്ചിരിക്കുന്നുണ്ട്. അപ്പം മഴ പെയ്തുകൊണ്ട് തന്നെ ഒന്ന് പുറത്തിറങ്ങാൻ നല്ലൊരു ഫീൽ ഗുഡ് മൂഡായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഏകദേശം എത്തി കേട്ടോ. അപ്പം ബാക്കി വിശേഷങ്ങൾ കാറിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയാം. ഇപ്പം ഞാൻ നിൽക്കുന്നത് ജുമൈറ ഹോട്ടലിലാണ്. അപ്പോൾ ഇന്നത്തെ ഇവൻ്റ് എന്ന് വെച്ചാൽ ഇഫ്താർ പാർട്ടിയാണ്. അപ്പോൾ ഹോട്ടൽ നന്നായിട്ട് ഡെക്കറേറ്റ് ചെയ്ത് ഫുഡൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതും പിന്നെ ഞങ്ങളുടെ ഇവൻറ്റും കൂടെ ക്യാപ്ചർ ചെയ്തിട്ടുള്ളൊരു കുട്ടി വ്ളോഗാണ്. അപ്പോൾ ഇനി നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. വെൽക്കം ടു ഷാസ് ജേർണൽസ്. ഇതാണ് ഹോട്ടലിൻ്റെ കയറി വരുമ്പോഴുള്ള ലോബി. ത്രൂ ഔട്ട് ചാൻലെയറൊക്കെ കൊടുത്തിട്ടുള്ള പീസ്ഫുള്ളായ വെൽക്കമിങ് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ. ഇതുപോലെ ഷോ പീസസും ഡെക്കറേറ്റീവ് ഐറ്റംസൊക്കെ വെച്ചിട്ടുള്ള ഒരു എലഗൻറ്റ് ഇൻറ്റീരിയർ ആയിരുന്നു. ഇതൊരു 5 സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ നമ്മുടെ ഇവൻറ്റ് നടക്കുന്ന ഹാളിലോട്ട് പോകുന്ന ഏരിയ ആണ് ഇത്. നല്ല റമലാൻ തീമിൽ എല്ലാ കോർണറും ഡെക്കറേറ്റീവായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫുഡിൻ്റെ ഏരിയ വരുന്നത്. അവർ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഹാളിലോട്ട് കിടക്കുമ്പോൾ എല്ലാ ടേബിളും നല്ല വെൽക്കമിങ് ആയിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ നോമ്പ് തുറക്കാനുള്ള ഈത്തപ്പഴം നട്ട്സൊക്കെ വെച്ചിട്ട് എല്ലാ ടേബിളും അലങ്കരിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ക്യാമറയൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നു. അപ്പോൾ ഓൾമോസ്റ്റ് ക്യാമറ സെറ്റിങ്ങും പരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പം ഇതാണ് നമ്മുടെ കൺസോൾ ഏരിയ വരുന്നത്. എല്ലാ കോർണറും മാക്സിമം അവർ റമദാൻ വൈബ് തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഡെക്കറേറ്റീവായിട്ട് ലൈറ്റൊക്കെ വെച്ചിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി പ്രോഗ്രാം തുടങ്ങാനൊരു 1/2 അവറും കൂടെ ഉണ്ട്. അപ്പോൾ അതുവരെ നമുക്ക് വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ചുമ്മാ കറങ്ങിയിട്ട് വരാം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതൊരു 5 സ്റ്റാർ ഹോട്ടൽ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഇവിടെ ഉള്ളൊരു ഫുഡ് കോർട്ട് സെറ്റപ്പാണ് ഇത്. കംപ്ലീറ്റ്ലി നമ്മളൊരു കടലിൻ്റെ ഉള്ളിൽ ചെന്ന പോലെ ഉണ്ടാവും. ഇൻറ്റീരിയർ മൊത്തത്തിലൊരു സീ വൈബിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ലൈറ്റൊക്കെ വെച്ചിട്ട് നമ്മൾ ഫിഷും കാര്യങ്ങളും കുഞ്ഞു മറ്റേ അലങ്കാര ഫിഷുകളൊക്കെ ഉണ്ട്. നമ്മൾ സ്കൂബ ഡൈവൊക്കെ ചെയ്യുന്ന സമയത്തുള്ള അതുപോലത്തെ വിഷ്വൽസൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ഇൻറ്റീരിയർ. പിന്നെ ഈ ഹോട്ടൽ ലൊക്കേറ്റ് ചെയ്തതും സീ സൈഡിൽ തന്നെയാണ്. സീ സൈഡിൽ റിസോർട്ട് പ്ലസ് ഹോട്ടലൊക്കെ വരുന്ന കൈൻഡ് ഓഫ് വൈബിലുള്ളൊരു 5 സ്റ്റാർ ഹോട്ടലാണ്. ഇവിടെ ഫ്ലോർ ടു സീലിംഗ് വരെ അവർ സീ വൈബ് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. കംപ്ലീറ്റ്ലി നമ്മളൊരു കടലിൻ്റെ ഉള്ളിലിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു വൈബ് ഉണ്ടാവും. കിഡ്സിനൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഏരിയയും കൂടാണ്. മൊത്തത്തിൽ കൊള്ളാം. എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മൾ ചെറുതാവുമ്പോൾ സ്കൂളിൽ നിന്നൊക്കെ നമ്മൾ പ്ലാനറ്റോറിയം വിസിറ്റ് ചെയ്യാൻ പോകുമല്ലോ, അതുപോലെ കടൽ വിസിറ്റ് ചെയ്ത പോലെ ഉണ്ട്. അപ്പോൾ ഏകദേശം നമ്മൾ പ്രോഗ്രാം സ്റ്റാർട്ടാവാനുള്ള സമയമായി. അവർ ഫുഡൊക്കെ അറേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് വെറൈറ്റി സാലഡ്സൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഡ്രിങ്ക്സ്, സ്വീറ്റ്സ് നമ്പർ ഓഫ് സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. കേക്കായിട്ടും പുഡിംഗ് ആയിട്ടും വെറൈറ്റി ടൈപ്പ് ഓഫ് എത്രയോ തരത്തിലുള്ള സ്വീറ്റ്സ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടാവും. ഒരുപാട് തരത്തിലുള്ള സ്വീറ്റ്സ് ഉണ്ടായിരുന്നു. ഇതാണ് മെയിൻ കോഴ്സ് വരുന്നത്. ബിരിയാണി, ബീഫ്, ഫിഷ്, ചിക്കൻ, പിന്നെ പ്രോൺസിൻ്റെ ബ്രോസ്റ്റ്, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ഫുഡ് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ടൈമായിട്ടോ, നോമ്പ് തുറക്കാൻ വേണ്ടി ബാങ്ക് കൊടുത്തു. അപ്പം എല്ലാവരും കയറിയിരിക്കുന്നുണ്ട്. പുറത്ത് പോയിട്ട് നമുക്ക് വേണ്ട ഫുഡൊക്കെ എടുത്തുകൊണ്ടെന്ന് ഇതുപോലെ ടേബിളിൽ ഇരുന്നിട്ട് നമുക്കിങ്ങനെ ലൈവായിട്ട് മ്യൂസിക്കും പരിപാടികളൊക്കെ കണ്ടിട്ട്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ വീട്ടിൽ നോമ്പ് തുറക്കാനുള്ള സമയമാകുമ്പോൾ പറയൂ കേട്ടോ, TV ഇടാൻ പാടില്ല, പാട്ട് കേൾക്കാൻ പാടില്ല, അങ്ങനെ സൗണ്ടിലൊന്നും ഇടരുത് എന്നൊക്കെയുള്ള രീതിയിൽ പറയും. പക്ഷെ ഇവിടെ വന്നപ്പം ശരിക്കും അറേബ്യൻ കൺട്രീസ് ആണെങ്കിൽ പോലും ഇവർ നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തിട്ടാണ് നോമ്പൊക്കെ തുറക്കുന്നത്. അങ്ങനെ ഞാനും അജുവും കൂടെ പോയിട്ട് നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഫുഡൊക്കെ എടുത്ത്. ഇതാണ് മട്ടൻ ബിരിയാണി. മട്ടൻ്റെ കാലൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്.
അങ്ങനെ കുറച്ച് എല്ലാത്തുനിന്നും കുറച്ച് കുറച്ചായിട്ട് എടുത്തിട്ട് ഞങ്ങളും കഴിക്കാൻ തുടങ്ങി. ഇതുപോലെ ലൈവായിട്ട് മ്യൂസിക്കും ഡാൻസും ഒക്കെ കണ്ടിട്ടുള്ള ഫസ്റ്റ് നോമ്പോറായിരുന്നു കേട്ടോ എൻ്റെതും. നാട്ടിൽ നിന്ന് ഒരുപാട് നോമ്പോറ കൂടിയുണ്ടെങ്കിൽ പോലും ഇതൊരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ലൈവായിട്ട് മ്യൂസിക്കൊക്കെ കേട്ട് ഡാൻസൊക്കെ കണ്ട് എൻജോയ് ചെയ്തൊരു നോമ്പോറ. അങ്ങനെ ഏകദേശം എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. സ്റ്റേജിൽ ഇങ്ങനെ പ്രോഗ്രാംസ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ല പീസ്ഫുള്ളായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന അറേബ്യക് ഡാൻസും അങ്ങനത്തെ കൈൻഡ് ഓഫ് പാട്ടുകളൊക്കെ ഉള്ള പ്രോഗ്രാംസ് ആയിരുന്നു കേട്ടോ. ഇവർ സ്റ്റേജിൽ നിന്ന് പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഓഡിയൻസിൻ്റെ ഇടയിലേക്ക് ഇതുപോലെ ഇറങ്ങി നമ്മൾ ഈ ദഫ്മുട്ട് പോലെയൊക്കെ കൊട്ടാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ പ്രോഗ്രാംസൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇവർ ഇതുപോലെ കമ്പനി റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും റംസാൻ റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു ക്വിസ് കോമ്പറ്റീഷൻ പോലെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ 4 ഓപ്ഷൻസ് ഉണ്ടാവും. എല്ലാവർക്കും ഫോണിൽ നിന്ന് തന്നെ ആൻസർ പിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സെറ്റപ്പാണ്. ചെറിയ ചെറിയ ഗെയിംസൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള നോർമൽ കാണുന്ന ഇഫ്താർ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു ഇഫ്താർ പാർട്ടി. എല്ലാവരും ഒരുപോലെ എൻജോയ് ചെയ്ത് മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ഇഫ്താർ. അങ്ങനെ ഏകദേശം പ്രോഗ്രാമൊക്കെ വൈൻഡപ്പായി. അങ്ങനെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എല്ലാവരും പുറത്ത് വന്ന് ക്യൂ നിൽക്കാൻ തുടങ്ങി കേട്ടോ. ഇതൊരു അടിപൊളി സംഭവമായിരുന്നു. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരെ കൂടെ ഗ്രൂപ്പായിട്ട് നിന്നിട്ട് ഫോട്ടോ എടുത്തിട്ട് ഇതുപോലെ നമുക്ക് ലൈവായിട്ട് പ്രിൻ്റ് ചെയ്ത് കിട്ടും കോപ്പി. അപ്പോൾ നമുക്ക് ഇഫ്താർ ഇവൻറ്റിൻ്റെ മെമ്മറീസിനോടൊപ്പം അതും കൂടെ ചേർത്ത് വെക്കാം. അങ്ങനെ ഇത് നല്ല അടിപൊളി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയുകൊണ്ട് ഞാനും കയറി ഒരു ഫോട്ടോ എടുത്തു. അങ്ങനെ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ ഒന്നുമല്ല കേട്ടോ, പക്ഷേ ഇതുപോലൊരു പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് കൂടെ ഒരു മെമ്മറി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുമ്പോൾ ഒരു രസമല്ലേ. പിന്നെ കുറച്ച് സ്വീറ്റ്സൊക്കെ കഴിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് തിരിച്ച്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം അടുത്ത വീഡിയോ ആയി കാണുന്നത് വരെ ബൈ ബൈ.